പാകിസ്ഥാനിൽ നാടകീയ നീക്കങ്ങൾ അരങ്ങേറുന്നു. പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ പട്ടാള ഭരണത്തിലേക്ക് നീങ്ങുന്നു. ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി പാക് നഗരങ്ങളിലാകെ ഇമ്രാൻ പാർട്ടി അനുയായികൾ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചതോടെ രാജ്യത്തെ സ്ഥിതി കൂടുതൽ വഷളായി. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ട് ഓടിയിരിക്കുകയാണ് എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. കാര്യങ്ങൾ വളരെ സങ്കീർണതയിലേക്ക് പോവുകയാണ്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അസീം മുനീർ പട്ടാള നിയന്ത്രണം ശക്തമാക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന് പിന്നിൽ അമേരിക്കയുടെ ഇടപെടലും അസീം മുനീറിന് പിന്തുണയുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ഇമ്രാൻഖാന്റെ പാർട്ടി അധികാരത്തിലുള്ള ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ നേരത്തെ തന്നെ പട്ടാള ഭരണത്തിന്റെ രൂപത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാന്റെ ആദ്യ ചീഫ് ഓഫ് ഫീൽഡ് ഫോഴ്സ് ആയി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ നിയമിക്കുന്നതിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെയായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ അപ്രതീക്ഷിതമായ വിദേശയാത്ര. വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഷഹബാസ് ശ്രമിച്ചതെന്ന് റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. ഭരണഘടനയിലെ 27ാം ഭേദഗതിയിലൂടെ സൃഷ്ടിച്ച് CDF പദവി നേടുന്നതോടെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ ഉയർന്നേക്കും. 5 വർഷത്തേക്ക് CDF ചുമതല നൽകുന്ന ഉത്തരവിനെക്കുറിച്ചുള്ള അന്തിമ നടപടികൾ നടക്കുമ്പോൾ ഷഹബാസ് രാജ്യം വിടുകയായിരുന്നു. ഷഹബാസ് ഷെരീഫ് ആദ്യം ബഹ്റൈനിലേക്കും പിന്നീട് ലണ്ടനിലേക്കുമാണ് പോയതെന്നാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ മുൻ അംഗം തിലക് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഉത്തരവിൽ ഒപ്പുവെച്ചെന്ന ശോഭം ഒഴിവാക്കാനാണ് ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കരസേനാ മേധാവിയായിരുന്ന അസീം മുനീറിന്റെ കാലാവധി അവസാനിച്ച ദിവസമായിരുന്നു നവംബർ 29. അന്ന് തന്നെ CDF നിയമനം സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് പുറത്തു വന്നില്ല. ഇതോടെ ഭരണ സൈനിക അധികാരികളുടെ സംഘർഷം കൂടുതൽ ഗുരുതര ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്ക വർദ്ധിക്കുകയാണ്. അധികാരികൾ പിതാവിനെ സംബന്ധിച്ച് തിരുത്താനാവാത്ത എന്തോ ഒന്ന് മറച്ചുവെക്കുകയാണെന്ന് ഭയക്കുന്നതായി ഇമ്രാൻഖാന്റെ മകൻ പ്രസ്താവിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇമ്രാൻഖാനുമായി നേരിട്ടുള്ള ആശയവിനിമയം സാധിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ജീവനുണ്ടോ എന്നതിനെക്കുറിച്ചോ യാതൊരു വിവരമില്ലെന്നും കാസിം പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. എന്തോ തിരുത്താനാവാത്തത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭയമെന്നും കാസിം പറഞ്ഞു. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഇമ്രാൻഖാന്റെ ഡോക്ടറെ അദ്ദേഹം പരിശോധിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ദുരൂഹ വർദ്ധിപ്പിക്കുന്നു. പാകിസ്ഥാൻ സർക്കാർ ഇമ്രാൻഖാനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്തുകയാണെന്നും അദ്ദേഹത്തിന്റെ ജനപ്രീതി കാരണം അവർ ഭയപ്പെടുകയാണെന്നും കാസിം ആരോപിച്ചു. അവർ അദ്ദേഹത്തെ ഭയക്കുന്നു. അദ്ദേഹം പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രിയനായ നേതാവാണ്. ജനാധിപത്യപരമായി അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർക്കറിയാം. 2023 ഓഗസ്റ്റിൽ അറസ്റ്റിലായതിനു ശേഷം വിവിധ കേസുകളിൽ പ്രതിയായി ഇമ്രാൻഖാൻ അട്യാല ജയിലിൽ കഴിയുകയാണ്. സഹോദരിമാർക്കോ പാർട്ടി നേതാക്കൾക്കോ അഭിഭാഷകർക്കോ ഡോക്ടർമാർക്കോ അദ്ദേഹത്തെ സന്ദർശിക്കാൻ അനുമതി ലഭിച്ചിട്ടില്ല. ഇത് അദ്ദേഹത്തെ പൂർണ്ണമായ ഏകാന്ത തടവിലാക്കിയിരിക്കുകയാണ്. പാർട്ടി ഇതിനെ അതീവ ഗുരുതര സാഹചര്യമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇമ്രാന്റെ മോചനമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.